ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ തസ്രീഫുൽ അസ്മാ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. നമ്മൾ പറഞ്ഞ 6 കാര്യങ്ങൾ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഒന്ന്, തഖ്സീമുൽ അസ്മാഇ ഇലാ സഹീഹിൻ വ മുഅത്തൽ. സഹീഹും മുഅത്തലും ആയിട്ട് വേർതിരിക്കുന്നത്. സഹീഹും മുഅത്തലും എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തക്സീമാണ്. ഈ അലിഫും വാവും യാ ഉള്ളതും ഇല്ലാത്തതുമായിട്ട്. മുദക്കർ മുഅന്നസ്, സ്ത്രീലിംഗം പുല്ലിംഗം, മുഫ്രദ് മുസന്ന ജമ, ഏകവചനം ദ്വിവചനം ബഹുവചനം, ജാമിദ് മുഷ്തഖ്. ജാമിദ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫിഅലിൽ നിന്ന് ഉണ്ടായതല്ല. ആ ഇസ്മ് അതിൻ്റെ ഒരു പൂർവ്വരൂപമില്ല, അങ്ങനെയുള്ളത്. മുഷ്തഖ് എന്ന് പറഞ്ഞാൽ ഒരു മസ്ദറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. തസ്ഗീർ എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക. എന്താണ് ചെറുതാക്കലെന്ന് വിശദമായിട്ട് പറയും. നസബ് ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയൽ. ഇതൊക്കെ എന്താണെന്ന് വിശദമായിട്ട് പറയാം. ഇതിൽ ഈ ജാമിദും മുഷ്തഖും നമ്മൾ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള 5 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, സഹീഹ് മുഅത്തൽ. സഹീഹ് മുഅത്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഅലിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. മുഅത്തലായ ഫിഅലുകൾ തന്നെ പല തരത്തിലുള്ള തക്സീമുകൾ നമ്മൾ പറഞ്ഞിരുന്നു. മിസാല്, അജ്വഫ്, പിന്നെ ലഫീഫ്. മിസാല്, അജ്വഫ്, ലഫീഫ് മഫ്റൂഖും ലഫീഫ് മക്റൂനും അല്ലേ. നാക്കിസ് അവസാനത്തെ അക്ഷരം. അതുപോലെ ഇവിടെ പലതരത്തിലുള്ള മുഅത്തലായ ഇസ്മുകളുണ്ട്. ഒന്ന്, അൽ മഖ്സൂർ. ഒന്നാമത്തേത് സഹീഹ് വ മുഅത്തൽ അല്ലേ. സഹീഹുൻ വ മുഅത്തൽ. ഇതിൽ മുഅത്തലായത് ഒന്ന് അൽ ഇസ്മുൽ മഖ്സൂർ. എന്താണ് ഇസ്മുൽ മഖ്സൂർ എന്ന് പറഞ്ഞാൽ? ഇസ്മുൻ മഖ്തൂമുൻ ബി അലിഫിൻ ലാസിമ. അവസാനത്തെ അക്ഷരം അലിഫായിരിക്കും, അത്രയേ ഉള്ളൂ. അവസാനത്തെ അക്ഷരം അലിഫായിട്ടുള്ള ഇസ്മുകൾ. ഉദാഹരണങ്ങൾ: അൽ അസ. അസ എന്ന് പറഞ്ഞാൽ വടി. അൽ മസ്അ. എന്താണ് മസ്അ എന്ന് പറഞ്ഞാൽ? സഅയ് ചെയ്യുന്ന സ്ഥലം. നമ്മളെ മസ്അ അല്ലേ, സഫ മർവൻ്റെ ഇടയിലുള്ള സ്ഥലം. അതിന് മസ്അ എന്നുള്ള പറയാം. ഇവിടെ മസ്അ എന്നുള്ളത് ബോധപൂർവ്വം എഴുതിയതാണ്. കാരണം ഇത് യാ ആണ് തെറ്റിദ്ധരിക്കും. അലിഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെടും. ഉച്ചാരണമാണ് നോക്കുക അല്ലേ. അറബി ഭാഷ എന്ന് പറയുന്നത് തന്നെ എഴുത്തുണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. ജാഹിലിയ കാലത്ത് ആകെ എഴുത്തറിയുന്ന ആൾക്കാർ 10 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ അറബിയിൽ. അപ്പോൾ ശബ്ദമാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. മസ്അ എന്ന് പറഞ്ഞാൽ അവസാനം അസ എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ. അപ്പോൾ അലിഫാണ്. ഈ അലിഫിൻ്റെ പേര് അലിഫുൻ നാഇമ എന്ന് പറയുന്നത്. കിടക്കുന്ന അലിഫ്. പുള്ളി ഉണ്ടാവില്ല, അത് വേർതിരിച്ചറിയാൻ വേണ്ടി പുള്ളി ഇടാതിരിക്കുന്നത്. ഇത് അലിഫുൻ ഖായിമ, ഇത് അലിഫുൻ നായിമ. അതെപ്പോഴാണ് അലിഫുൻ ഖായിമ ഉണ്ടാവുക, എപ്പോഴാണ് നായിമ ഉണ്ടാവുക, അത് നമ്മൾ പഠിക്കുന്ന ഇൽമാണ്. ചിലർ സർഫിൽ പഠിപ്പിക്കും, ചിലത് ഇൽമുൽ ഇംല എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഇൽമുണ്ട്. അത് 2 ദിവസം കൊണ്ട് പഠിക്കാവുന്ന കാര്യമാണ് ഇൽമുൽ ഇംല എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയൽ ഇൽമു ഷഹർ യക്ഫീൽ ദഹർ. ഒരു മാസത്തെ ഇൽമാണ്, ആയുസിന് മുഴുവൻ അത് മതി. കാരണം ആകെ മൊത്തം ഇംല ഒരു മാസം എന്ന് പറഞ്ഞാൽ ദിവസം 10 മിനിറ്റ് പഠിക്കുന്നതായിരിക്കും. അത്രയും ശരിക്കും 2 ദിവസം പഠിക്കാനേ ഉള്ളൂ. അത് ആയുഷ്കാലം മുഴുവൻ അത്ര മതി. അപ്പോൾ അതിൽ പഠിക്കും എന്താണ് ഈ അലിഫുകൾ തമ്മിൽ വ്യത്യാസം, അതെപ്പോഴാണ് ഇത് എഴുതുന്നതെന്നൊക്കെ. അടുത്തത് അൽ മുസ്തഷ്ഫ. മറ്റൊരു ഉദാഹരണം അൽ മുസ്തഷ്ഫ. ചുരുക്കി പറഞ്ഞാൽ അലിഫ് കൊണ്ട് അവസാനിക്കുന്ന ഇസ്മിനാണ് അൽ ഇസ്മുൽ മഖ്സൂർ എന്ന് പറയുന്നത്. ഇനി അൽ ഇസ്ം അൽ മൻഖൂസ്. അൽ ഇസ്മു അൽ മൻഖൂസ്. മൻഖൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഫേല് നാക്കിസ് പറഞ്ഞില്ലേ, അവസാനത്തെ അക്ഷരം യാ ഉള്ള. അതുപോലെ തന്നെ ഇസ്മിന് അവസാനത്തെ അക്ഷരം യാ ആണെങ്കിൽ അതിനാണ് മൻഖൂസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ താരീഫ് എന്താണ്? ഇസ്മുൻ മഖ്തൂമുൻ, അലിഫിന് പകരം ബിയാ ഇൻ ലാസിമ. ലാസ്റ്റത്തെ അക്ഷരം യാ ആയിരിക്കും. ഈ ലാസിമ എന്ന് പറയാൻ കാരണം എന്താണ്? അത് അസ്ലിയായ ഹർഫാണെന്ന് അർത്ഥം. അതിപ്പോൾ നമ്മളിപ്പോൾ കലമുൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുസന്ന എന്താണ്? കലമാനി. അപ്പോൾ ആ കലമാനിലൊരു അലിഫുണ്ട് നൂൻ്റെ മുമ്പ്. ആ അലിഫ് ലാസിമാണോ? അല്ല, അത് മുസന്നായപ്പോൾ വന്നതാണ്. മുഫ്രദാകുമ്പോൾ പോവും, ജമാകുമ്പോൾ ഒക്കെ പോവും. അലിഫ് ഹർഫുൽ ഇല്ല. ഇവിടെ യാ മാത്രമാണ്. ഇസ്മുൻ മഖ്തൂമുൻ ബി യാ ഇൻ ലാസിമ. ഉദാഹരണം അൽ ഖാദി, അൽ മുഹ്തദി,
അൽ ഖാദി, അൽ മുഹ്തദി. ഇനി അടുത്തത് അൽ മംദൂദ്, അൽ ഇസ്ം അൽ മംദൂദ്. അൽ ഇസ്മുൽ മംദൂദ് എന്ന് പറഞ്ഞാൽ ഈ മക്സൂറില്ലേ, മക്സൂറിൻ്റെ അവസാനം എന്താണ്? അലിഫ്. അൽ അസ എന്ന് പറയുമ്പോൾ അലിഫ്, അതിന് ശേഷം ഒരു ഹംസയും കൂടി ഇട്ടാൽ അതാണ് അൽ ഇസ്മുൽ മംദൂദ് എന്ന് പറയുന്നത്. അവസാനത്തെ അക്ഷരം അലിഫും പിന്നെ ഹംസയായിരിക്കും. ഉദാഹരണം അസ്സമ, വേറെ മസ, ഇബ്തിദ, ഹംറ. ഇതതിൻ്റെ അർത്ഥം ഹംറ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, ചുവപ്പ് കളറുള്ള, റെഡ് എന്നർത്ഥം. പിന്നെ ഷവാ, സവാ ഉൻ, സവാ ഉൻ, അതൊക്കെ മംദൂദാണ്. അതിൻ്റെ താരിഫ് ഇസ്മുൻ മഖ്തൂമുൻ ബി ഹംസ ഖബ്ലഹ, എന്താണ്? അലിഫ്. അതിൻ്റെ മുമ്പ് അലിഫുള്ള ഹംസ കൊണ്ട് അവസാനിക്കുന്ന ഇസ്ം. അടുത്തത് അഷ്ഷബീഹു ബിസ്സഹീഹ്. അഷ്ഷബീഹു ബിസ്സഹീഹ് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ മുഅത്തല്ലായ ഇസ്മുകളാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അതിൽ ഇല്ലത്തിൻ്റെ അക്ഷരം ഉണ്ടെങ്കിലും മിസാൽ പോലെ, മിസാൽ സഹീഹ് പോലെയാണ് അതിൻ്റെ പല നിയമങ്ങളും. അതുപോലെ സഹീഹ് പോലെയുള്ള ഷബീഹ് ബി സഹീഹ് എന്ന് പറഞ്ഞാൽ അവസാനം യാ ഓ വാവൊക്കെ ആയിരിക്കും, യാ ഓ വാവൊക്കെ ആയിരിക്കും, പക്ഷേ അതിന് മുമ്പ് സുക്കൂൻ ഉണ്ടായിരിക്കും, തൊട്ട് മുമ്പ് സുക്കൂൻ ഉണ്ടാവും. ഉദാഹരണം ലൊബിയുൻ, ലൊബിയുൻ, ദൽവുൻ. അവസാനത്തെ അക്ഷരം യാ ഓ വാവായിരിക്കും, തൊട്ട് മുമ്പിൽ സുക്കൂനും. ദുനിയ അവസാനം അലിഫല്ലേ, അലിഫ് വന്നാൽ ഇസ്മുൽ മക്സൂറിലേക്ക് പോയി. അഷ്ഷബീഹു ബിസ്സഹീഹ് ഇസ്മുൻ മഖ്തൂമുൻ ബിയാഇൻ ഔ വാവിൻ ഖബ്ലഹ സുക്കൂൻ. ഉദാഹരണം ലൊബിയുൻ. എന്താ ലൊബിയുൻ എന്ന് പറഞ്ഞാൽ? മാന്, മാന്, ഡിയർ. ഡീറ, ഡിയർ എന്താ വായിക്കുക? ഡിയർ തന്നെ വായിക്കുക, ഡിയർ എന്നാ വായിക്കുക, ഡിയർ തന്നെ. DEAR എന്നുള്ള ഡിയറിൻ്റെ അതേപോലെ തന്നെ അല്ലേ വായിക്കുക? ലൊബിയുൻ. പിന്നെ ദൽവുൻ അല്ലേ, ദൽവുൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൽവുൻ ബക്കറ്റ്. അപ്പോൾ ഈ നാലെണ്ണാണ് മുഅത്തല്. ഇനി സഹീഹ് എന്ന് പറഞ്ഞാലോ? സഹീഹ് എന്ന് പറഞ്ഞാൽ ഇതല്ലാത്തത്, ഇതല്ലാത്തതൊക്കെ സഹീഹ്. ഉദാഹരണം റജുലുൻ, ഖലമുൻ, അങ്ങനെ. അപ്പോൾ ഇതാണ് സഹീഹും മുഅത്തലും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് മുദക്കറും മുഅന്നസാണ്. മുദക്കർ മുഅന്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗം പുല്ലിംഗം. അപ്പോൾ ഈ മുദക്കർ മുഅന്നസും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആകെ പറയാനുള്ളത് മുഅന്നസിൻ്റെ അലാമത്തുകൾ, മുഅന്നസിൻ്റെ അലാമത്തുകൾ. മുഅന്നസിന് ചില അലാമത്തുകളുണ്ട്. എന്തൊക്കെയാണ്? അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫലിസ്മുൽ മുദക്കറു, മുദക്കറായ ഇസ്മ എന്ന് പറഞ്ഞാൽ മാഖാന മുസമ്മാഹു മുദക്കറൻ. അത് ശ്രദ്ധിക്കണം. മാഖാന മുസമ്മാഹു മുദക്കറൻ, അതിൻ്റെ മുസമ്മ, ആ പേരിട്ട വസ്തു പുരുഷനായിരിക്കും, പുല്ലിംഗമായിരിക്കും. അതാണ് മുദക്കറായ ഇസ്മ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ത്വൽഹ എന്നുള്ള പേര്, ത്വൽഹ, അത് മുദക്കറാണോ മുഅന്നസാണോ? മുദക്കറാണ്, കാരണം മുസമ്മയാണ് നമ്മൾ നോക്കുന്നത്, ഇസ്മല്ല. അതുപോലെ സൈനബ് എന്നുള്ള പേര്, സൈനബുൻ, മുഅന്നസാണ്, കാണുമ്പോൾ മുദക്കർ പോലെ തോന്നും. അലമാണ്. അലമുകൾ തന്നെ അതിൻ്റെ ആളെന്താണെന്ന് നോക്കാം നമ്മൾ, ആളെന്താണ് എന്നാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുദക്കറിനെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്, മുഅന്നസിനെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് മുദക്കറുൻ, മുദക്കറുൽ മഅന വൽ ലഫ്ദ്. മുദക്കർ
മുദക്കറിനെ രണ്ടായി വർദ്ധിച്ചിട്ടുണ്ട്. മുദക്കറുൽ മഅന വല്ലഫ്. ഹനീഫുൻ, ഹനീഫ എന്ന് പറയുന്നത് അത് മുദക്കറാണ്. കാരണം ആൾ മുദക്കറാണല്ലോ. ആ പേര് വിളിക്കുന്ന സാധനം ആണാണോ പെണ്ണാണോ, അതാണ് നമ്മൾ പോയിൻ്റ്. മുദക്കറുൽ മഅന വല്ലഫ്ള് ഏതുപോലെ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ഇസ്മുകളുണ്ട്. എന്നാലോ ചിലത് മുഅന്നസു അല്ലഫ്ളി, രാവിലെ ചായ പിടിച്ചിട്ടില്ല അതുകൊണ്ട് എഴുത്തൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. മുഅന്നസുൽ ലഫ്ളി വ മുദക്കറുൽ മഅന, മുഅന്നസുൽ ലഫ്ളി വ മുദക്കറുൽ മഅന. ഉദാഹരണം ത്വൽഹ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാനിന്ന് രാവിലെ ഇറങ്ങിയിട്ട് നേരത്തെ വരാമെന്ന് വിചാരിച്ച് മെട്രോക്ക് വന്നതാണ്. മെട്രോ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചോദിച്ചു അന്വേഷിച്ചപ്പോൾ 8 മണിക്കല്ലോ ഞായറാഴ്ച, അത് മറന്നിട്ടുണ്ട്. അപ്പോൾ 7 മണിക്ക് മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇരുന്ന്. മുഅന്നസുൽ ലഫ്ളി മുദക്കറുൽ മഅന. ഉദാഹരണങ്ങൾ പറയും. ഹംസ, ഹംസ. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഇത് ഇതിൽ പെടുമോ എന്നുള്ള നിങ്ങൾ പറയും. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എന്താ പറയുക മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. സർഫ് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഉലമ എന്നുള്ള വാക്ക് അത് ഇതിൽ പെടുമോ? മുഅന്നസുൽ ലഫ്ള് മുദക്കറുൽ മഅന. ഉലമ എന്നുള്ളത് മാന എന്താണ്? ഉലമ എന്നാണ് അർത്ഥം പണ്ഡിതന്മാർ. മുദക്കറല്ലേ, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മുഅന്നസുൽ ലഫ്ളാണോ മുദക്കറുൽ ലഫ്ളാണോ? മുഅന്നസുൽ ലഫ്ളാണ്. അതെന്താണെന്ന് മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഉദാഹരണം എന്ത് ചെയ്താൽ ത്വൽഹ. വേറെ ഇഷ്തിഖാഖ് അവിടെ പറഞ്ഞു നമ്മൾ. മുഅന്നസിൻ്റെ അലാമത്ത് അവിടെ ഇപ്പോൾ പറയാൻ തരും. അപ്പോൾ മുഅന്നസുൽ ലഫ്ള് മുദക്കറുൽ മഅന എന്ന് പറഞ്ഞാൽ മാന കൊണ്ട് മുദക്കറാണ്, പക്ഷേ ലഫ്ള് കൊണ്ട് മുഅന്നസാണ്. അതൊക്കെ മുദക്കറിലാണ് പെടുക. ഇനി മുഅന്നസ് ഇതുപോലെ എന്തുണ്ട്? 2 തരത്തിലുണ്ട്. ഒന്ന് മുഅന്നസു അൽ-ലഫ്ളി വൽ മഅന, മുഅന്നസുൽ ലഫ്ളി വൽ മഅന. ഉദാഹരണം ആയിഷത്തു, അങ്ങനെയുള്ള ഇസ്മുകൾ. രണ്ടാമത്തേത് മുദക്കറുൽ ലഫ്ളി മുഅന്നസുൽ മഅന. മഅന നോക്കുമ്പോൾ മുഅന്നസാണ്, പക്ഷേ ലഫ്ള് മുദക്കറാണ്. ഉദാഹരണം സൈനബ്. വേറെ ഹിന്ദുൻ. ഹിന്ദു എന്ന് പറഞ്ഞാൽ കണ്ടാൽ അവസാനം താന്നില്ല, മുഅന്നസിൻ്റെ അലാമത്തുകളൊന്നുമില്ല, പക്ഷേ ആൾ ഹിന്ദു എന്നുള്ളത് ഒരു പെണ്ണിൻ്റെ പേരാണ്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ, മുദക്കർ മുഅന്നസിനെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് പറയാം നമുക്ക് ഇപ്പോൾ തന്നെ, മനസ്സിലായിക്കോളും. മുഅന്നസിൻ്റെ അലാമത്തുകൾ 3 കാര്യങ്ങളാണ്. ഒരു ഇസ്മു മുഅന്നസാണോ എന്ന് പറയുന്നത് 3 അലാമത്തുകളാണ്. ഒന്ന് താ ഉ തനീസ്, ആയിഷത്തു എന്നുള്ള താ. അതുപോലെ തന്നെ ദാഹിബത്തുൻ, അലമ് മാത്രമല്ല ബാക്കിയുള്ള ഇസ്മുകളാണെങ്കിലും അവസാനത്ത് താ ആണെങ്കിൽ ദാഹിബത്തുൻ ഉദാഹരണം. രണ്ടാമത്തെ ഒരു അലാമത്ത് അലിഫു തനീസിൽ മഖ്സൂറ. എന്താണ് അലിഫു തനീസിൽ മഖ്സൂറ എന്ന് പറഞ്ഞാൽ? അലിഫ്, സാധാരണ അലിഫ് നമ്മളിവിടെ പറഞ്ഞില്ലേ ഇസ്മുൽ മഖ്സൂർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവസാനത്തിൽ അലിഫ് ഉണ്ടല്ലോ, അത് ആ ഇസ്മു മുഅന്നസാണെന്നുള്ളതിൻ്റെ ഒരു അലാമത്തും കൂടിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ ഏതൊക്കെയായിരുന്നു? അസ. അസ എന്ന് പറഞ്ഞാൽ എന്താണ്? മുദക്കറ മുഅന്നസ? വടി. അസ മുഅന്നസാണ്. കാരണം ഇവിടെ നമ്മൾ എഴുതാണ് അലാമാത്തു അൽ മുഅന്നസ്. മുഅന്നസിൻ്റെ അലാമത്തുകൾ ഒന്ന് താ ഉ തനീസ്. ഉദാഹരണം ദാഹിബത്തുൻ. ദാഹിബത്തുൻ എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ത്രീ എന്നല്ലേ മനസ്സിലാക്കുക. രണ്ടാമത്തെ അലാമത്ത് അലിഫു, എന്താ പറഞ്ഞത്? അൽ അലിഫുൽ മഖ്സൂറ. അൽ അലിഫുൽ മഖ്സൂറ. അൽ അലിഫുൽ മഖ്സൂറ എന്ന് പറഞ്ഞാൽ മഖ്സൂറ എന്ന് പറഞ്ഞാൽ മംദൂദൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഹംസ ഇല്ലാത്തത്. മംദൂദ എന്ന് പറഞ്ഞാൽ നീട്ടൽ. ഹംസ വരുമ്പോൾ കുറച്ചുകൂടി നീട്ടൽ കൂടൂലേ. ഇപ്പോൾ അസ്സമാ ഉ ഖുറാനൊക്കെ ഓതുമ്പോൾ അവിടെ മദ് മുത്തസിലായിരിക്കും, അസ്സമാ ഉ. അതേ മറിച്ച് അസ എന്ന് പറയുമ്പോൾ കുറച്ചല്ലേ നീട്ടലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നീട്ടുന്നതിനാണ് മഖ്സൂറ എന്ന് പറയുന്നത്, കുറേ നീട്ടുന്നതിനാണ് മംദൂദ, നല്ലോണം നീട്ടുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ അലിഫ് മഖ്സൂറ എന്ന് പറയുന്നത് മുഅന്നസിൻ്റെ അലാമത്താണ്. അപ്പോൾ അൽ അസ നമ്മൾ പറഞ്ഞു. ഷബ്ആ മുഅന്നസ്, ഹംസ അല്ലാതെ. ഷബ്ആ എന്നുള്ളതിൻ്റെ ഇത് മുഅന്നസ് സിഫത്തുൽ മുശബ്ബഹയിൽ പറഞ്ഞിട്ടുണ്ട്. ശരി.
അപ്പോൾ അൽ അസ എന്നുള്ളത് മുഅന്നസാണ്. ഇത് ഓർത്ത് വെക്കാനൊരു എളുപ്പവഴി എന്താണ്? ഖുർആനിലെ ആയത്ത് ഖാല ഹിയ അസായ അല്ലേ, അതവക്കഉ അലൈഹ വ അഹുഷു ബിഹ അലാ ഗനമി. മക്സൂറാണ്. യാ പോലെ ഉണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. യാവാവ അലിഫ് ഇതാവാ കായ്മയാവാ. വദ്ദുഹ ശരിയാണ്, മാഷാ അല്ലാഹ്, മുഅന്നസാണ്. പക്ഷേ വദ്ദുഹൻ്റെത് മുഅന്നസ എന്നുള്ളത് അവിടുന്ന് തിരിയുന്നില്ലല്ലോ. മറ്റേത് അസ എന്നുള്ളത് ഹിയ അസായ, ഹുവ എന്നല്ല പറഞ്ഞത്, ഹിയ എന്നല്ല പറഞ്ഞത്. ആ ആയത്ത് ഓർത്താൽ മതി. അപ്പം എന്ത് മനസ്സിലാക്കുക? അവസാനത്തിൽ അലിഫുള്ളത് ഒക്കെ മുഅന്നസായിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കൂല. മൂന്നാമത്തത് എന്താണ്? അൽ അലിഫു അൽ മംദൂദ. അൽ അലിഫുൽ മംദൂദ എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള അലിഫ്. ഇപ്പം ഇതൊരു നീട്ടലാണ് അസ എന്നുള്ളത്, പക്ഷെ അതിലും വലിയ നീട്ടലാണ് ഇവിടെ വരുന്നത്. ഏതാ ഉദാഹരണം? അസ്സമാ ഉ. അപ്പോൾ സമാ എന്നുള്ളത് മുഅന്നസാണ്. വൈദ സമാ ഉൻ ഷക്കത്ത്, ഷക്കാന്നല്ലല്ലോ, ഇൻ ഷക്കത്ത്. വൈദ സമാ ഉൻ ഫത്തറത്ത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഉദാഹരണം ഓർത്താൽ മതി. അലിഫിന് ശേഷം ഹംസ വന്ന ഇസ്മ ആയതുകൊണ്ടാണ് സമാ എന്നുള്ളത് മുഅന്നസായത്. ഹംസ വന്നാൽ മംദൂദായി, ഹംസ ഇല്ലെങ്കിൽ മക്സൂറായി. രണ്ടും മുഅന്നസാണ്. മുഅന്നസാവാൻ ഹംസ വേണമെന്നില്ല, ഹംസ വരുന്നതാണ്. ഹംറാഉ സിഫത്ത് മുശബ്ബഹയാണ്. അഫ്അലു ഫഅലാഉ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ മൂന്ന് കാര്യങ്ങളാണ് മുഅന്നസിൻ്റെ അലാമത്ത്. ഇനി ഇവിടെ നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞല്ലോ മുഅന്നസുൽ ലഫ്ള് മുദക്കറുൽ മാന ത്വൽഹ ഉലമാ. കണ്ടോ, ഉലമാൻ്റെ അവസാനത്തിൽ അലിഫും ഹംസയാണ്. അപ്പോൾ ഇത് മുഅന്നസ് ആവേണ്ടതായിരുന്നു, പക്ഷെ അത് മാന എന്താണ്? മുദക്കറാണ്. അർദോ ആ അലാമത്ത് ഉണ്ടാവണമെന്നില്ല, എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല. അർദുൻ എന്നുള്ള വാക്ക് മുഅന്നസാണ്. അർദു എന്നുള്ളത് അതിന് വേറെ എന്തെങ്കിലും കായികകളുണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ രണ്ടെണ്ണതൊക്കെ മുഅന്നസാണ്. ശരീരത്തിലെ അവയവങ്ങൾ പെയറായിട്ടുള്ളതൊക്കെ മുഅന്നസാണ്. ചില എക്സെപ്ഷൻസ് ഒഴികെ. ഇല്ല, 2-3 ഉണ്ട്. ലിവറുണ്ട്, കത്തിഫുണ്ട്, പിന്നെ ഒന്നും കൂടിയുണ്ട്, ഏതൊന്നും കൂടിയുണ്ട്, ജമ്പ് തന്നെ ഒരു സൈഡ്. അങ്ങനെ 2-3 വെച്ച് ബാക്കി 2 അവയവങ്ങളുള്ളതൊക്കെ മുഅന്നസാണ്. അതുപോലെ തന്നെ മായുർക്കബു, വാഹനം പോലെ ഉപയോഗിക്കുന്നത്, അതൊക്കെ മുഅന്നസാണ്. ഇപ്പോൾ ഭൂമി ചിലപ്പോൾ അങ്ങനെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ ഭൂമി എന്ന് പറയുന്നത്. ഷംസ് മുഅന്നസാണ്. കെറുതോ മുഅന്നസാ തന്നെ? മാഷാ അല്ലാഹ്. അതിന് ചില കായികകളുണ്ട്. അപ്പോൾ കായിക കൊണ്ടും അങ്ങനെ ആവാം. പക്ഷെ ഇത് അലാമത്തുകളാണ്. ഇത് വന്നാൽ എന്തായിരിക്കും? മുഅന്നസായിരിക്കും. പക്ഷേ എല്ലാ മുഅന്നസിലും ഇത് ഉണ്ടാവണമെന്നില്ല. ഇനി അടുത്തത്, അപ്പോൾ ഇത് കഴിഞ്ഞു, മുദക്കർ മുഅന്നസ് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതൊന്നും വായിക്കുമാരെങ്കിലും. അടുത്തത് മുഫ്രദ്, മുസന്ന, ജമഅ്. ഇത് വായിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ബുക്കിൽ 45-ാമത്തെ പേജ്. തഖ്സീമുൽ ഇസ്മി 26, ഉള്ളിൽ 26. തഖ്സീമുൽ ഇസ്മി മിൻ ഹൈസുൽ ഇഫ്രാദു വത്തസ്നിയതു വൽ ജംഉ. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയാക്കുക. തസ്നിയത്ത് പറഞ്ഞാൽ 2 ആക്കുക. ജംഉ എന്ന് പറഞ്ഞാൽ 3 ആക്കുക. അപ്പോൾ 1 ആക്കൽ, 2 ആക്കൽ, 3 ആക്കൽ എന്നതിനെ ബേസ് ചെയ്തിട്ട് ഇസ്മിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ആക്കാം. 1, 2, 3. ഒന്നുള്ളതിനെ മുഫ്രദ് എന്ന് പറയും, 2 ഉള്ളതിനെ മുസന്ന എന്ന് പറയും, 3 ഉള്ളതിനെ ജംഉ എന്ന് പറയും. മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊന്നും ഡെഫിനിഷൻ്റെ ആവശ്യമില്ല. മുഫ്രദ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഏകവചനം. മാ ദല്ല അലാ വാഹിദിൻ ഔ വാഹിദത്തിൻ. പക്ഷേ ഡെഫിനിഷൻ പറയുമ്പോൾ പിന്നെ വളരെ വൃത്തിയായിട്ടേ പറയുള്ളൂ. അത് അങ്ങനെയാണ്. മാ ദല്ല അലാ വാഹിദ് എന്ന് മാത്രം പറഞ്ഞാൽ അപ്പോൾ വാഹിദത്ത് പെണ്ണിനെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ഉദാഹരണം മുഹമ്മദിൻ വ കിതാബിൻ വ സുആദ വ റിസാലത്തിൻ. സുആദ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ പേരാണ്. സുആദു എന്നാണ് പെണ്ണുങ്ങൾക്ക് ഇടുന്നൊരു പേരാണ്. രണ്ടാമത്തേത് മുസന്ന. മുസന്ന അലിസ്മുദ്ദാലു അലസ്നൈനി അവിസ്നത്തൈനി. കണ്ടോ, ഭയങ്കരമാരാ. മാതല്ല അലസ്നൈനി അവിസ്നത്തൈനി. 2 പുരുഷൻ പുല്ലിംഗ വസ്തുക്കൾ, 2 സ്ത്രീലിംഗ വസ്തുക്കൾ പോരാ. ബിസിയാദത്തി അലിഫിൻ വനൂനിൻ. അലിഫുൻ നൂനും കൂട്ടിയിട്ട് കലമുൻ എന്നുള്ളതിനെ കലമാനി. അതെന്താ പ്രത്യേകം പറഞ്ഞത്? അങ്ങനെ അല്ലാതെ മുസന്ന ഉണ്ടാവില്ലല്ലോ. അലിഫുൻ നൂനും വേണമെന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? അലിഫുൻ നൂനും വേണമെന്ന് പറയാൻ കാരണം എന്താ? അവിടെ
അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഈ താരിഫിൽ. ഹഷവ് പാടില്ല. ഇസ്നാനി എന്നുള്ള വാക്ക്, ഇസ്നാനി മുസന്നയാണോ മുഫ്രദാണോ? ഇസ്നാനി എന്നുള്ള വാക്ക്, ഇസ്നാനി മുഫ്രദാണ്. ഇസ്നാനി എന്നുള്ള വാക്ക്, ഇസ്നാനി എന്നുള്ള വാക്ക് 2 എന്ന് നമ്മൾ പറയുന്നത് നമ്പർ 2, അത് മാതല്ല അല ഇസ്നൈനി അല്ലേ, രണ്ടാളെ സൂചിപ്പിക്കുന്ന വാക്കല്ലേ? ആണ്. പക്ഷേ അലിഫും നൂനും ഉണ്ടോ അതിൽ? ഉണ്ട്, പക്ഷേ സായിദല്ല. അലിഫും നൂന് അസ്ലിയാണ്. അത് ആരും ഇങ്ങോട്ട് ചോദിച്ച് വരരുത്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ബിസിയാദത്തി അലിഫിൻ വനൂനിൻ. അപ്പോൾ ഒരാൾ ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ ഇസ്നൈനി എന്ന് പറയുമല്ലോ ചിലപ്പോൾ, റഅയ്തു ഇസ്നൈനി, അത് ഒഴിവാക്കാൻ ഔ യാ ഇൻ വനൂനിൻ, യാ ഉൻ നൂനോ അല്ലെങ്കിൽ അലിഫുൻ നൂനോ സായിദായി വന്നുകൊണ്ട് 2 വസ്തുക്കളെ സൂചിപ്പിക്കുന്ന, ആണോ പെണ്ണോ ആയിട്ടുള്ള 2 വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ഇസ്മിനാണ് മുസന്ന എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞത് എന്താണ്? 2 സാധനം എന്ന് പറയാനുള്ള അതിനെയാണ് ഇങ്ങനെ ആക്കിയത്. ഷബ്ആൻ, അത് അസ്ലിയാണ്, പക്ഷെ അത് മദല്ലാല സ്നൈനില്ല, അവിടെ തന്നെ പോയല്ലോ. അത് പക്ഷേ അതിനു വേണ്ടിയല്ല ഈ പറയുന്നത്, കാരണം അത് ഫസ്റ്റ് തന്നെ പോയി. മദല്ലാല സ്നൈനി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ ഔട്ടായല്ല. വൽ ജംഉ, ജംഉ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനം. ബഹുവ സലാസ അൻവാ, 3 തരത്തിലുള്ള ജംഉ ഉണ്ട്, അത് പ്രധാനമാണ്. എന്തൊക്കെയാണ്? ഒന്ന് ജംഉൽ മുദക്കരി അസ്സാലിമു. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ ജംഉ മുദക്കർ സാലിം എന്നാണ് പറയല്. ജംഉ മുദക്കർ സാലിം, അതിൻ്റെ ശരി എന്താണ്? ജംഉൽ മുദക്കരി അസ്സാലിമു. എന്താണ് ജംഉൽ മുദക്കരി സാലിം എന്ന് പറഞ്ഞാൽ? ആ വാക്കന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ജംഉ എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്, മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്, സാലിം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെട്ടവനാണ്. അവിടെ ആരെ രക്ഷപ്പെട്ടത്? മാ സലിമ മുഫ്രദുഹു, അതിൻ്റെ മുഫ്രദ് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം മുഫ്രദിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാവും. മുസ്ലിമുൻ, അതിൻ്റെ ജംഉ മുസ്ലിമൂന. ആ മുസ്ലിമുൻ എന്നുള്ളതായിരുന്നു മുഫ്രദ്, മുസ്ലിമുൻ. അതിനെ എന്താക്കി? ഒരു വാവും നൂനും ഏത് അതിൻ്റെ കൂടെ മുസ്ലിമൂന എന്നായി. ഈ മുസ്ലിമൂന എന്നുള്ള വാക്ക് ബഹുവചനാണോ ഏകവചനാണോ? ഇത് മുദക്കറാണോ മുഅന്നസാണോ? മുദക്കർ. ഇതിൻ്റെ ഈ മുഫ്രദ് ഉണ്ടല്ലോ, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ മുസ്ലിമും ഈ മുസ്ലിമും. അപ്പോൾ അതാണ് സാലിം എന്ന് പറയുന്നത്, രക്ഷപ്പെട്ടതാണ്. അതിൽ മുഫ്രദിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതാണ് ജംഉൽ മുദക്കരി സാലിം എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ജംഉൽ മുഅന്നസി സാലിം. ഇത് മുഅന്നസ് ആണെങ്കിൽ എന്താണ്? മുസ്ലിമത്തുൻ. ഉദാഹരണം മുസ്ലിമത്തുൻ, അതിൻ്റെ ജംഉ മുസ്ലിമാത്തുൻ. അത് വ്യക്തമല്ലേ? അലിഫും താവും പുറത്തുനിന്ന് വന്നു എന്ന് മാത്രം. അപ്പോൾ ജംഉൽ മുഅന്നസി അസ്സാലിം. ഓക്കെ. ഇനി അടുത്തൊരു ജംഉണ്ട്, ജംഉ തക്സീർ. ജംഉ തക്സീർ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് കലമുൻ. കലമിൻ്റെ ജംഉ എന്താണ്? അഖ്ലാമുൻ. അഖ്ലാമുൻ. ഇവിടെ കാഫിന് ഫത്ഹ്. ഇവിടെ എന്താ കാഫിൻ്റെ ഹർക്കത്ത്? ഈ ഫത്ഹ് ഇവിടെ വന്നപ്പോൾ സുക്കൂനായി. ലാമ് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹർക്കത്തുകളൊക്കെ മാറി. അതുപോലെ റജുലുൻ ജംഉ എന്താ? റിജാലുൻ. റിജാലുൻ. റാൻ്റെ ഫത്ഹ് എന്തായി? ഇവിടെ വന്നപ്പോൾ കസറായി. ജീമിൻ്റെ ലമ്മ ഇവിടെ ഫത്ഹായി. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ജംഉ തക്സീർ. ജംഉ അത്തക്സീർ പറയാൻ കാരണം, ഈ പേര് വരാൻ കാരണം കസറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു. അപ്പോൾ അതിൻ്റെ മുഫ്രദൊക്കെ പൊട്ടിച്ചിട്ടാണ് ജംഉ ഉണ്ടാക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറ്റിയിട്ടാണ് അതിൻ്റെ ജംഉ ഉണ്ടാക്കുന്നത്. അതിന് ജംഉ തക്സീർ എന്ന് പറയുന്നത്. അതിൽ മുദക്കറും മുഅന്നസും ഒക്കെ ഉണ്ടാവാം. മുദക്കറും മുഅന്നസും ഒക്കെ ഉണ്ടാവാം. ഇംറഅത്തുൻ നിസാഉൻ, അത് പിന്നെ ലഫ്ള് തന്നെ മാറിയിട്ടുണ്ട്. വേറെ ഉദാഹരണം ഹാമിലുൻ, ഗർഭിണി, എൻ്റെ ജംഉ എന്താ? ഹവാമിലു. ജംഉ തക്സീർ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ കൂടെ സാന്ദർഭികമായിട്ട്, ഈ ജംഉകളല്ലാത്ത 2 തരം വാക്കുകളുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം ജംആയിരിക്കും. നമുക്കൊരു കൂട്ടം ആളുകളെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജംഇനെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ 3 അല്ലാത്ത ചില വാക്കുകളുണ്ട് ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാൻ. അത് 2 ആളുകളാണ്. ഒന്ന് ഇസ്മു അൽ ജംഅ. ഇസ്മുൽ ജംഅ എന്ന് പറഞ്ഞൊരു സാധനം. എന്താ ഇസ്മുൽ ജംഅ എന്ന് പറഞ്ഞാൽ? ഇസ്മുൽ ജംഅ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്ക് നോക്കിയാൽ അതൊരു മുഫ്രദായ ഇസ്മായിരിക്കും, പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു ജംആയിരിക്കും. ഉദാഹരണം ജമാഅ എന്നുള്ള വാക്ക്. ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഘം. ഖൗമുൻ, തായിഫത്തുൻ,
ഫിർഖത്തുൻ, ഹിസ്ബുൻ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്താണ്? വാക്ക് ഒരു മുഫ്രദായ വാക്കാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു ജമാഅത്താണ്. രണ്ടാമത്തെ ഒരു ഇനം ഇസ്മു അൽ ജിൻസ്. ഇസ്മുൽ ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മു ജിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഫ്രദും ജമ്മും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകിൽ യാ ആയിരിക്കും അല്ലെങ്കിൽ താ ആയിരിക്കും. ഉദാഹരണം തമ്രത്തുൻ, ഒറ്റ ഈത്തപ്പഴത്തിലാണ് തമ്രത്തുൻ എന്ന് പറയാം. അതിൻ്റെ ജമ്മ എന്താ? തമ്രുൻ. തമ്രു എന്നല്ലേ നമ്മൾ പറയാം, കടപ്പേര് തമ്ര് എന്നല്ലേ പറയുന്നത്. തമ്രത്തു എന്ന് പറഞ്ഞാൽ ഒറ്റ ഈത്തപ്പഴമാണ്, അതിൻ്റെ ജമ്മാണ് തമ്ര്. ജമ്മ എന്നല്ല, അതിൻ്റെ കുറേ ഈത്തപ്പഴത്തിന് തമ്രു എന്നാണ് പറയാം. അതുപോലെ ഗുർഫത്തു എന്നുള്ളത് ഗുറഫുൻ എന്നാണ്. അത് ഇതിൽ പെടില്ല, അത് ജമ്മു തക്സീറാണ്. കാരണം ആ ഹർക്കത്തൊക്കെ മാറിയില്ലേ, ഗുറഫ് റാക്ക് ഫത്ഹായി മാറ്റങ്ങൾ വന്നു. ഇതൊരു മാറ്റമല്ലോ, തമ്രത്തിൻ്റെ താ മാത്രം മാറ്റിയ തമ്രുന്ന് കിട്ടിയല്ലോ. വേറെ ഉദാഹരണം തായില്ലാത്തത് ജമ്മ, തായില്ലാത്തത് ഇസ്മു ജിൻസ്, തായില്ലാത്ത ഇസ്മു ജിൻസ്. മുസ്ലിം എന്നുള്ളത് ഇസ്മുൽ ജിൻസ്. അതിൻ്റെ മുഫ്രദും ജമ്മും തമ്മിൽ താ മാറ്റുന്ന അത് വരുന്നില്ലല്ലോ. ഈ ജിൻസ് എന്നുള്ളതിന് നമ്മൾ നേരത്തെ ഒരു എന്താ പറയുക, ജാമിദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇസ്മു ജിൻസിൻ ഹെസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ഇസ്മു ജിൻസ്. ഇപ്പോൾ കലമുൻ എന്ന് പറയുന്നത് ഇസ്മു ജിൻസാണ്. കലമുൻ എന്ന് പറയുന്നത് കാരണം എന്താ? കലം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്ന ഇതാണ്, ജാമിദായ ഒരു ഇസ്മാണ്, കണ്ണുകൊണ്ട് കാണുന്ന വസ്തുവാണ്. ഇസ്മു ജാമിദാണ്, ഒരുപാട് പേനകൾക്ക് ബാധകമാണ് ആ പേര്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേറൊരു ഇസ്തിലാഹാണ്, അത് ഇസ്മു അൽ ജിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജംഅ് ഒരു താ കുറവായിരിക്കും മുഫ്രദിൽ നിന്ന്, അത്രയേ ഉള്ളൂ. ആ അർത്ഥത്തിൽ മുസ്ലിം എന്നുള്ളത് ഇസ്മു ജിൻസ് എന്ന് പറയാൻ കഴിയില്ല. മാന മുഫ്രദാണ്, മാനി മുഫ്രദാണ്, മാന മുഫ്രദല്ല ഇത്. അപ്പോൾ ഇവിടെ വേറൊരു ഉദാഹരണം ഏതാ? തമ്രത്ത് പോലെ വേറൊരു ഉദാഹരണം. മറ്റൊന്ന് പറഞ്ഞത് യാ, ചിലപ്പോൾ വ്യത്യാസം യാ ആയിരിക്കും. യാ കൂടുതലായിരിക്കും ഏതിൽ? മുഫ്രദിൽ. അറബി, അതിൻ്റെ ജമ എന്താ? അറബ്, അറബുൻ. പിന്നെ വേറെ ഉദാഹരണം റൂമിയുൻ, റോമക്കാരൻ, എൻ്റെ ജമ എന്താ? അറൂം. ഫാരിസിയുൻ, എൻ്റെ ജമ ഫാരിസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലതത്തബിഅന്ന സനന മൻ കാന ഖബലക്കും. അപ്പോൾ ഫാരിസ്, അഫാരിസു വറൂം എന്ന് വെച്ചപ്പോൾ വമനിൽ ഖൗമു ഗൈറുഹുമാന്നോ. അപ്പോൾ ഫാരിസാണോ റൂമാണോ എന്നാണോ ചോദിച്ചത്? ഫാരിസും റോമുമാണോ എന്നാണ് സഹാബത്ത് ചോദിച്ചത്. അപ്പോൾ ഫാരിസി, സൽമാനുൽ ഫാരിസി എന്നൊക്കെ പറയുന്നില്ലേ. കുറേ പേർഷ്യക്കാരെന്നുള്ളത് എന്താ പറയുക? ഫാരിസ് എന്നാ പറയാം, ഫാരിസുൻ. വേറൊരു ഫാരിസ് ഉണ്ട്, കുതിരപ്പടയാളി എന്നുള്ള, അതല്ല ഇവിടെ പേർഷ്യൻ എന്നുള്ള ഫാരിസ്. അപ്പോൾ മനസ്സിലായാലും ഇത് ഇസ്മു അൽ ജിൻസ്. അപ്പോൾ ഇതാണ് ജംഇനെ കുറിച്ച് പറയാനുള്ളത്. അവിടെയൊക്കെ ഹർക്കത്ത് മാറിയില്ലേ, റാൻ്റെ ഹർക്കത്ത് മാറില്ലേ, ജമ്മു തക്സീറാണ്. ജാമിദ് മുസ്തഖ് നമ്മൾ പറഞ്ഞു. ഇനിയുള്ള തസ്ഗീറും നസബുമാണ്. എന്താ തസ്ഗീർ എന്ന് പറഞ്ഞാൽ? തസ്ഗീർ എന്ന് പറഞ്ഞാൽ ഒരു പേരിനെ ചെറുതാക്കുക. ഇപ്പോൾ ഒരു ഇസ്മ, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ പേര് സാജിദ് എന്നാണ്. ജാമിദ് വിശദീകരിച്ചിട്ടില്ല അല്ലേ, എൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ജാമിദിൽ മസ്ദറും പിന്നെന്തായിരുന്നു? ഇസ്മു ജിൻസ് ഹെസ്സി. അത് പറയാം. ഇത് തീർക്കാൻ ഇൻഷാ അല്ലാഹ്, ടൈം കുറവായതുകൊണ്ട് തസ്ഗീറും നസബും പറയാം. കാരണം മസ്ദറിനെ കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. തസ്ഗീറും നസബും എളുപ്പത്തിൽ തീരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളെ ഇതുണ്ടല്ലോ, സർഫ് മുഷ്തറക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ മസ്ദറിനെ കുറിച്ച് പറയാം. തസ്ഗീർ എന്ന് പറഞ്ഞാൽ ഒരു പേരുണ്ട് നമ്മളെ കയ്യിൽ, ആ പേരിനെ ചെറുതാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഷാത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷാത്തുൻ, ആട്. അപ്പോൾ ആടിനെ ചെറിയ കുട്ടിയാട്, കുഞ്ഞാട് എന്ന് പറയണം. എന്താ പറയുക? ഷുവൈഹത്തുൻ, ഷുവൈഹത്തുൻ, ചെറിയ ആടിൻ്റെ കുട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ വസനുകളുണ്ട്, ആ വസനിലേക്ക് മാറ്റിയാൽ മതി. 3 വസനുണ്ട് തസ്ഗീറിന്. ഏതൊക്കെയാണ് അതിൽ ഉസ്താദ് കിതാബിലുണ്ട്? എത്രയായ പേജ്? 36. മൂന്ന് വസനുകൾ. ഒന്ന് ഫുഐൽ, 2 ഫുഐൽ, ഫുഐലുൻ. ഈ 3 വസനുണ്ട്.
തസ്ഗീറിന്. അത് ഏതിലൊക്കെയൊക്കെയാണ് മാറ്റുക, ഏതൊക്കെ ഇസ്മ ഏതിലേക്കൊക്കെ മാറ്റുക? 3 അക്ഷരമുള്ള ഇസ്മാണെങ്കിൽ അതിനെ ഫുഐൽ എന്നാണ് ആക്കുക. ഉദാഹരണത്തിന് കലമുൻ, കലമിൻ്റെ തസ്ഗീർ എന്താ? കുലൈമുൻ, ഒരു ചെറിയ പേന. സഹ്റത്തുൻ, സഹ്റത്തുൻ എന്ന് പറഞ്ഞാൽ സഹ്റുൻ എന്നുണ്ടല്ലോ. എൻ്റെ സഹ്റത്തുൻ സഹ്റുൻ ഇതാട്ടെ ഇസ്മുൽ ജംഇൻ്റെ ഇസ്മുൽ ജിൻസിൻ്റെ ഉദാഹരണമാണ്. സഹ്റത്തുൻ ഒരു പൂവ്, കുറേ പൂവിന് സഹ്റുൻ. അപ്പോൾ സഹ്റത്തിൻ്റെ തസ്ഗീർ എന്താണ്? സുഹൈറുൻ. വേറെ ഉദാഹരണം അബ്ദുൻ, ഉബൈദുൻ. ജുമൈ, ജമീല അക്ഷരം കൂടിയില്ലേ? 3 അക്ഷരമുള്ളത്. 3 അക്ഷരമുള്ളതിൻ്റെ തസ്ഗീറാണ് ഫുഐൽ. രണ്ടാമത്തേത്, ഇനി 3ൽ കൂടുതൽ അക്ഷരം ഉണ്ടെങ്കിൽ 4 അക്ഷരമാണെങ്കിൽ ഫുഐൽ. ഉദാഹരണം 4 അക്ഷരമുള്ളതെന്ന് പറയും. തുവൈൽ, മാഷാ അല്ലാഹ്. താലിബ്, താലിബിന് 4 അക്ഷരമല്ലേ? അസ്ലിയും സായിദൊന്നും നോക്കണ്ട, എണ്ണം നോക്കാം അക്ഷരത്തിൻ്റെ. താലിബുൻ എന്നുള്ളതിന് 4 അക്ഷരമുണ്ട്. ത അലിഫ് ലാമ് ബ. അതിൻ്റെ തസ്ഗീർ തുവൈ ലിബുൻ. പിന്നെ കലിമത്തുൻ, കലിമത്തുൻ, കുലൈമത്തുൻ. കുലൈമത്തിൻ്റെ ചെറിയ വേർഡ് എന്നുള്ള, ചെറിയ വേർഡ് മാത്രമല്ല, കലിമ എന്നുള്ള വാക്കിന് അറബിയിൽ ശരിക്ക് കലാം എന്നുള്ള അർത്ഥമുണ്ട്. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. റബ്ബിർജിഊൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മലക്ക് മരിക്കാൻ റൂഹ് പിടിക്കുമ്പോൾ റബ്ബിർജിഊൻ എന്ന് പറയുന്നതിനെ കുറിച്ച് അതാ പറയാം. കല്ല, അല്ല അങ്ങനെ വിടാൻ പോകുന്നില്ല. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതൊരു വെറും വാക്ക് മാത്രമാണ്, അവനത് പ്രവർത്തിക്കൂല. മടക്കി വിട്ടാൽ വീണ്ടും വലോ റുദ്ദു ലആദു ലിമാ നുഹു അൻഹു, വീണ്ടും പാപങ്ങളിലേക്ക് മടങ്ങും. അപ്പോൾ അവിടെ എന്നെ മടക്കണമേ റബ്ബിർജിഊൻ എന്നുള്ള ജുംലനെ പറ്റി അള്ളാഹ് പറഞ്ഞത് കലിമ എന്നാണ്. അപ്പോൾ കുലൈമത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംസാരം. അപ്പോൾ 4 അക്ഷരമുള്ളത് ഫുഐൽ എന്നുള്ള വസ്നായിരിക്കും. ഇനി 4 കൂടുതൽ അക്ഷരം ഉണ്ടെങ്കിലോ, 5 അക്ഷരമുള്ളതാണെങ്കിൽ ഫുഐൽ. പക്ഷേ അതിനൊരു ഷർത്തുണ്ട്, 5 അക്ഷരം ഉണ്ടായിരിക്കണം. അതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം, അതായത് ലാസ്റ്റിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം, സെക്കൻഡ് ലാസ്റ്റ് അക്ഷരം അലിഫു ആവണം. ഉദാഹരണം മിഫ്താഹുൻ എന്നുള്ളതിൻ്റെത് ഫുഐൽ എന്നുള്ള വസ്നിലേക്ക് ആക്കിയാൽ എന്താവും? മുഫൈതീഹ് എന്നാവും. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള അവിടെ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. എന്താണ്? ഹുമാസി മുജറദ് കൂടി പറയാം. ഹുമാസി മുജറദ് എന്ന് പറഞ്ഞാൽ 5 അക്ഷരമുള്ള 5 അസ്ലിയായിട്ടുള്ള ഇസ്മുകൾ. അതാണെങ്കിൽ അതെന്താ ചെയ്യുക? അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. 5ാമത്തെ അക്ഷരം ഹദ്ഫിയും കളയും, എന്നിട്ട് ഫുഐലേക്ക് മാറ്റും. ബാക്കിയുള്ളതിനെ ഫുഐൽ എന്നാക്കും. ഏതുപോലെ സഫർജലിന് എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരമുണ്ട്, 5 അസ്ലിയാണ്. അപ്പോൾ അതിൻ്റെ ലാമ് കളയും, എന്നിട്ട് ഫുഐൽ എന്നാക്കും. അപ്പോൾ സുഫൈരിജ്. ഇനി പറയുന്നത് ഇതല്ലാത്ത ബാക്കി വസ്നുകളൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 അക്ഷരമുള്ളത് ഫുഐൽ, 4 അക്ഷരമുള്ളത് ഫുഐൽ, 5 അക്ഷരമുള്ളത് സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ അലിഫാണെങ്കിൽ ഫുഐൽ, 5 അക്ഷരവും അസ്ലിയാണെങ്കിൽ ലാസ്റ്റ് അക്ഷരം കളഞ്ഞിട്ട് 4 അക്ഷരമുള്ള പോലെ ഫുഐൽ എന്നാക്കും എന്ന് പറഞ്ഞു. ഇതല്ലാത്തതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ തസ്ഗീർ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. അധികവും 3 അക്ഷരവും 4 അക്ഷരവും ഉള്ളതേ നമ്മളെ മുമ്പിൽ വരികയുള്ളൂ. അപ്പോൾ പിന്നെ സമയം കളയണ്ടല്ലോ. ഇനി നസബ് അങ്ങോട്ട് വേണ്ട നിർത്താം. നസബ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഒന്നിലേക്ക് ചേർത്തി പറയാം. അപ്പോൾ നമ്മളെ ഇന്ത്യക്കാരാണ്, അപ്പോൾ ഇന്ത്യയിലേക്ക് നമ്മൾ ചേർത്തി എങ്ങനെ പറയാം? ഹിന്ദിയുൻ. അത് ചേർത്തി പറയാൻ ഒന്നുമില്ല, ഒരു യാവ് കൂട്ടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. യാവു അന്നിസ്ബഹ എന്ന് പറയും. ഷദ്ദുള്ള ഒരു യാവ് കൊടുക്കുക. ഉദാഹരണത്തിന് ഹിന്ദുൻ, ഹിന്ദിയുൻ. വേറൊരു ഉദാഹരണം, സ്ഥലം മാത്രമല്ല, എൽമുൻ, എൽമിയുൻ. എപ്പോഴത് പറയാം? ഹാദാ ദർസുൻ എൽമിയുൻ. ആ ദർസിനെ എൽമിലേക്ക് ചേർത്തി പറഞ്ഞു. സൊർഫിയുൻ, ഹാദാ ബാബുൻ സൊർഫിയുൻ. ഇത് സൊർഫിൻ്റെ ഒരു ബാബാണ്. അല്ലെങ്കിൽ മസ്അലത്തുൻ സൊർഫിയത്തുൻ, ഇതൊരു സൊർഫിൽപ്പെട്ടൊരു മസലയാണിത്. സലഫിയുൻ, സലഫ് എന്നുള്ളതിലേക്ക് ചേർത്തി പറഞ്ഞ സലഫിയുൻ. വേറെ ഇല്ല, അത് നിസ്ബലല്ല. കൗമുൻ, കൗമിയുൻ. കൗമി എന്ന് പറഞ്ഞാൽ ഈ നാഷണലിസ്റ്റ് എന്നൊക്കെ പറയുന്നതിന് അറബിയിൽ കൗമിയുൻ. ഹിസ്ബിയുൻ, ഹിസ്ബിലേക്ക് ചേർത്തി പറയുന്നത്. വേറെ കുഫ്രിയുൻ. എപ്പോഴാണ് പറയാം? അതിൻ്റെയൊക്കെ ഒരു കോണ്ടക്സ്റ്റുകളും ഉപയോഗങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം. കുഫ്രിയുൻ എന്ന് പറയാം അധികവും. കൗലുൻ കുഫ്രിയുൻ, ഹാദാ അമലുൻ കുഫ്രിയുൻ, കുഫ്രാകുന്ന ഒരു അമലാണ്. ഷീഇയുൻ, ഷീഅത്തുൻ. അതൊരു പോയിൻ്റാണ്. അതായത് അവസാനത്തെ കളയും. മുഫ്രദിന് ഉണ്ടെങ്കിൽ ആ കളഞ്ഞിട്ടാണ് പറയാം. ഷീഅത്തുൻ എന്നുള്ളതിന്
താണ്ടല്ലോ, പക്ഷേ ആളെ പറയുമ്പോൾ ഷീ അത്തിയുൻ എന്നല്ലല്ലോ പറയാം. അത് ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ മറ്റൊരു സംഗതി, മുഫ്രദിലേക്കാണ് അധികവും നിസ്ബ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹുർരിയുൻ, ഹുർരിയത്തുൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ? സംഗതി ശരിയാണ്, പക്ഷേ ഉപയോഗിക്കാറുണ്ടോ? ഹുറുൻ എന്ന് പറയുമ്പോൾ തന്നെ സിഫത്തായി. ലിബറൽ എന്നുള്ളതിന് ഞാൻ ഉപയോഗത്തിലുണ്ടോയെന്നാണ് ആലോചിക്കുന്നത്, അങ്ങനെ കേട്ടിട്ടില്ല. ജംഇലേക്ക് നിസ്ബ ചെയ്യാറില്ല. അപ്പോൾ ഉദാഹരണത്തിന് സാധാരണ തെറ്റ് എന്ന് ചിലർ പറയാറുണ്ട്. ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് എന്താ പറയുക? അൽ മത്താറു അദ്ദൗലി അല്ലേ? ദുവലി എന്നാണ് പറയല് സാധാരണ. ശരിക്കും അത് ദൗലിയാണ് കൂടുതൽ കറക്റ്റ്. കാരണം എന്താ, ദൗലത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ദുവലുൻ. നമ്മളിപ്പോൾ പറഞ്ഞാൽ എന്താണ്, മുഫ്രദിലേക്കാണ് ചേർത്തി പറയേണ്ടത്. ദൗലത്ത് എന്നുള്ളതിലേക്കാണ് ചേർത്തി പറയേണ്ടത്. താബിന് ഒഴിവാക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ദൗലിയുൻ. പക്ഷേ ഇങ്ങനെയും പറയാം, തെറ്റല്ല. മറ്റേത് കൂടുതൽ അഫ്സഹായിട്ടുള്ളത് മുഫ്രദിലേക്ക് ചേർത്തി പറയലാണ്. ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം, അതിൽ നിന്ന് ഏതൊഴിവാണ്? അലമാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദൗലി എന്നുള്ളതാണ് ദുവലിയേക്കാളും നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ അലമാണെങ്കിലോ, അലമ് തന്നെ ജംആണ്. അതാണ് ഇമാറാത്ത്. ഇമാറാത്തിയുൻ എന്നുള്ളതാണോ ഇമാറത്തിയുൻ? ഏതാ ശരി? ഇമാറാത്തി തന്നെയാണ്. കാരണം ഇമാറാത്ത് അലമാണ്. അപ്പോൾ അതിലേക്ക് ചേർത്തി പറയുമ്പോൾ മാറ്റാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ ഉള്ളത് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റും അല്ല, ഇമ്പോർട്ടൻ്റ് എന്നല്ല, നല്ല അത്യാവശ്യമല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇബ്ദാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത്യാവശ്യമല്ല. എപ്പോഴാണ് അക്ഷരങ്ങൾ മാറുക? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, കാല എന്ന് പറയുന്നത് കവലയാണ്, അത് കാലയായതാണ്. അതെങ്ങനെയൊക്കെ മാറും? ഏതൊക്കെ അക്ഷരം? എല്ലാ അക്ഷരം തോന്നിയ പോലെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ബാ എടുത്തിട്ട് താക്ക, താ എടുത്തിട്ട് സീനാക്ക, അങ്ങനെയൊന്നും പറ്റില്ല. അലിഫ് വാവാവും, വാവ് അലിഫാവും, ഹംസ വേറെ ചില അക്ഷരങ്ങളാവും. അങ്ങനെയുള്ള സ്വാദ് ദ്വാദാവും, ത ത്വാ ആകും. ഇങ്ങനെ മറ്റാരൊക്കെ ആയി മാറും, എന്തിനൊക്കെ പെർമിഷൻ ഉണ്ട്, ഏതൊക്കെ മാറ്റങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്, അത് കുറച്ച് പറയാനുണ്ട്. പിന്നെ ഈ ഇദ്ഗാമ്, അതുപോലെ ഇൽത്തിഖാഉ സാക്കിനൈൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് അടുത്തൊരു ക്ലാസ്സിൽ തീരാവുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് തഫ്സീർ ഉണ്ടാവില്ല, ഈ സർഫ് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അടുത്ത ആഴ്ച തീർക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ആഴ്ചത്തോടു കൂടി തീരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശരി. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.